ഡിസബിലിറ്റി കാണുന്നു എന്നാണ് ഡോക്ടർ കൽപ്പന ഉദ്ദേശിക്കുന്നത്. അത് ആണ് മുമ്പ് കാലത്ത് ആ ഭാഗത്ത് എന്തെങ്കിലും തകരാറുണ്ടായ ആളുകളിൽ പെട്ടെന്ന് അവർക്ക് വായിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു റീഡിംഗ് സെന്റർ നേരത്തെ പോസ്റ്റുലേറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ നമുക്കത് ഈ ഫങ്ഷണൽ ന്യൂറൽ ഇമേജിംഗിൽ കൂടെ കാണാം. മറ്റേ ആ ഭാഗം പോയ ഒരു ഓപ്പറേഷൻ വഴി റിമൂവ് ചെയ്ത ആളുകളിൽ പെട്ടെന്ന് വായിക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ശരി ഡോക്ടർ ജയപ്രകാശ്, ഒരു സൈക്യാട്രി സെൻസിൽ ഇപ്പോൾ ന്യൂറോളജിയുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഡോക്ടർ കൽപ്പന പറഞ്ഞത്. സൈക്യാട്രിയുടെ ഒരു കാഴ്ചപ്പാടിൽ ഹൗ ഡു യു ലുക്ക് അറ്റ് ലേണിംഗ് ഡിസബിലിറ്റി? സൈക്യാട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോഴത്തേക്ക് ഇപ്പം കൽപ്പന പറഞ്ഞ കണക്ക് ലെഫ്റ്റ് ടെമ്പറൽ പാരേറ്റൽ ലോബിന്റെ ഒരു ബിഹേവിയറിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും ഈ ഫങ്ഷണൽ ഇമേജിംഗ് സ്റ്റഡീസ് ഇപ്പോൾ ചൈൽഡ് സൈക്യാട്രി ഡെവലപ്പ് ചെയ്ത് തന്നെ ഈ ഫങ്ഷണൽ ഇമേജിംഗ് സ്റ്റഡീസ് ഇംപ്രൂവ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു സെന്റർ അത് വരുന്നുണ്ട്. പിന്നെ സൈക്യാട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു പഠന വൈകല്യമുള്ള കുട്ടി ആശുപത്രിയിൽ എത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിൽ എത്തുന്നതെന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ ഈ പഠന പിന്നോക്കാവസ്ഥയുമായിട്ട് കുട്ടികൾ വരും, ലക്ഷണങ്ങൾ എന്നുള്ള രീതിയിൽ മാർക്ക് ഒട്ടുമില്ല, വായനാശേഷിയില്ല, എഴുത്തിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ആ രീതിയിൽ. പിന്നെ ബിഹേവിയറൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളായിട്ട് മിക്കവാറും ഇത് രണ്ടും കൂടെ ചേർന്ന് അസോസിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിറ്റി, അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത പ്രകൃതം, വാശി സ്വഭാവം, പിന്നെ സ്കൂൾ ടൈമിൽ പ്രത്യേകിച്ച് വായിക്കാൻ പറയുന്നു, കുട്ടി സ്കൂളിൽ റെഫ്യൂസലിലേക്ക് പോകുന്ന സാഹചര്യം, അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ വരും. പിന്നെ ഈ എമോഷണൽ ആയിട്ടുള്ള കുറച്ച് കുട്ടികളും ഇതിനകത്ത് വരുന്നുണ്ട്, ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒപ്പം വരുന്നതുകൊണ്ട്. ഇപ്പൊ ഉത്കണ്ഠ, വിഷാദ രോഗം, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ദേഷ്യം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ എമോഷണൽ സിംറ്റംസ് ഉള്ള കുറെ കുട്ടികൾ. പിന്നെ നമുക്ക് ഈ പീഡിയാട്രിക് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ചില കുട്ടികൾ വളരെ അതിശയകരമായി ഈ ഞാൻ ഇപ്പം പറയുകയാണെങ്കിൽ കുറെ കേസുകൾ അങ്ങനത്തെ ബ്ലീഡിങ് ഫ്രം മൾട്ടിപ്പിൾ സൈഡ്സ്, സീവിയർ ആങ്സൈറ്റിയുടെ ഒരു ഘട്ടത്തിൽ കുട്ടി സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ള ബ്ലീഡിങ് ഫ്രം മൾട്ടിപ്പിൾ സൈഡ്സ് പല മെഡിക്കൽ കോളേജുകളിൽ റെഫർ ചെയ്ത് പോയി വരുമ്പോഴത്തേക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് വരുന്നു. അങ്ങനത്തെ കുറെ കുട്ടികൾ ഗേൾസും ബോയ്സും പ്രീ അഡോളസെന്റ് ഏജിൽ 3-4 കേസ് ഞാനത് കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ. സോ സീവിയർ ആങ്സൈറ്റി, നോബഡി ഈസ് ഐഡന്റിഫൈങ്, ആരും തിരിച്ചറിയുന്നില്ല. ഇവിടെ കൽപ്പന പറഞ്ഞാൽ അത് ആരും തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ പേരൻസ് അറിയുന്നില്ല, അധ്യാപകർ അറിയുന്നില്ല, നമ്മൾ യൂഷ്വലി ക്ലിനിക്കൽ സെറ്റപ്പിലും അറിയുന്നില്ല. മറ്റു തരത്തിലുള്ള ഓർഗാനിക് ലെവലിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ആയിരിക്കും ഇതെല്ലാം നടക്കുന്നത്. എനിക്ക് മറ്റ് സ്പെഷ്യാലിറ്റികൾ ഏതർ അണ്ടർ ഡയഗ്നോസ്ഡ് ഓർ അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്നു. ബട്ട് യു പിക്ക് ഇറ്റ് അപ്പ്. റൈറ്റ്. വെൽക്കം ഡോക്ടർ ശ്രീരാൽ. ഒരു ക്ലിനിക്കൽ സൈക്കോളജി പെർസ്പെക്റ്റീവിൽ ലേണിംഗ് ഡിസബിലിറ്റി താങ്കൾ എങ്ങനെ കാണും? ലേണിംഗ് ഡിസബിലിറ്റി ക്ലിനിക്കൽ സൈക്കോളജി സാറിന് അതിന്റെ രോഗനിർണ്ണയം, അത് ഡയഗ്നോസിസ് ചെയ്യാനുള്ളതാണ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡയഗ്നോസിസിലുപരി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഇന്റർവെൻഷൻ ആസ്പെക്ട്സിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഒരു ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി സാധാരണ സൈക്കോളജിക്കൽ ടെസ്റ്റ്, സ്റ്റാൻഡർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ്. നമ്മൾ ക്ലിനിക്കൽ ഹിസ്റ്ററി ഉണ്ടാകും, ക്ലിനിക്കൽ സയൻസ് ഉണ്ടാകും, അതിന്റെ കൂടെ തന്നെ ഈ സ്റ്റാൻഡർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉപയോഗിക്കും. കാരണം ഈ ഫംഗ്ഷണൽ ആയിട്ട് ഇതെല്ലാം തന്നെ ഫംഗ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ അസസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇന്റലക്ച്വൽ എബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധാരണ ഇന്റലിജൻസ് ഉണ്ടോ ഇല്ലെന്ന് നിർണ്ണയിക്കേണ്ടത് ഈ ഡയഗ്നോസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലുപരി അവരുടെ അക്കാഡമിക് അച്ചീവ്മെന്റ് എത്രമാത്രം അവർ നേടിയെടുത്തു, റീഡിങ്ങിലോ റൈറ്റിങ്ങിലോ സ്പെല്ലിങ്ങിലോ അരിത്തമെറ്റിക്സിലോ ഒക്കെ തന്നെ എത്രമാത്രം അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയുള്ള സ്റ്റാൻഡർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ് കൊടുത്തിട്ട് അതിന്റെ ബേസിലാണ് നമ്മൾ പറയുന്നത് കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, അത് എത്രമാത്രം സിവിയർ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, മുന്നോട്ട് എന്ത് പോകാം, ഇപ്പൊ ഏത് ലെവലാണ് നിൽക്കുന്നത്. അവന്റെ ഇപ്പോൾ 4ാം സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ ഉള്ളത്, അവന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അക്കാഡമിക് അച്ചീവ്മെന്റ് 2ാം സ്റ്റാൻഡേർഡ് ലെവലിലേ ഉള്ളൂ എങ്കിൽ നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. പിന്നെ അതിനകത്തുള്ള പലതരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി സയൻസിലുണ്ട്. ഇപ്പം ഡിസ്ലെക്സി എന്നോ ഡിസ്ഗ്രാഫി എന്നോ ഡിസ്കാൽക്കുലി ഇങ്ങനെയുള്ള സയൻസിലുണ്ട്. അതിനെയൊക്കെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റും. അതിലുപരി ഇപ്പോൾ ഡോക്ടർ മെൻഷൻ ചെയ്ത പോലെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടാകും. കാരണം ഇവരുടെ ഒരു സെൽഫ് എസ്റ്റീം വളരെ ലോ ആയിരിക്കും, ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. കാരണം നിരന്തരമായിട്ട് അവരുടെ ഫീഡ്ബാക്ക്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഞാൻ മോശമാണ്, കൊള്ളില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെ, അതിനുവേണ്ടിയുള്ള സൈക്കോതെറാപ്പി ടെക്നിക്കുകളും ഈ ക്ലിനിക്കൽ സൈക്കോളജി ഭാഗത്തുനിന്ന് കൊടുക്കാറുണ്ട്. ഡോക്ടർ കൽപ്പന, താങ്കൾ എൻ്റെ ഒരു ഫങ്ഷണൽ ഇമാജിനിങ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി എവിടെയാണ് നമുക്കത് ലോക്കലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന അവസരത്തിൽ ടെമ്പറൽ പറൈറ്റൽ എന്ന ആസ്പെക്ട് പറഞ്ഞു. എനിക്ക് 2 സംശയങ്ങളുള്ളത്. ഒന്ന്, ലേണിംഗ് ഡിസബിലിറ്റി തന്നെ ഇപ്പം ഡോക്ടർ ജയപ്രകാശ്, ഡോക്ടർ ശ്രീയാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ചെറിയൊരു സബ് ക്ലാസിഫിക്കേഷൻ്റെ ഒരു ചെറിയൊരു ചിത്രം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നു. ഇപ്പം ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ,
ഡിസ്ലെക്സിയ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുപോലെ സോഷ്യോ ഇമോഷണൽ ലേണിംഗ് ഡിസബിലിറ്റി, ഇറ്റ്സ് അനദർ കാറ്റഗറി ഓഫ് സോഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റി. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭിന്നാത്മകമായിട്ടുള്ള ഈ ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ സ്ട്രക്ചറൽ കോറലേറ്റ്, ഐ മീൻ ബ്രെയിൻ ഭാഗം വിച്ച് ഈസ് ഇൻവോൾവ്, അത് സെയിം ആണോ, ഓർ കുഡ് ഇറ്റ് ബി പോസിബിൾ ടു ഡിഫറൻഷിയേറ്റ് സബ്സ്ട്രക്ചറൽ? നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ വായിക്കുന്നതിനുള്ള പ്രയാസം, ഡിസ്ഗ്രാഫിയ എന്നുള്ളത് വായിക്കുന്നതിന് വലിയ പ്രയാസമില്ല, പക്ഷെ എഴുതുമ്പോഴാണ് പ്രശ്നം. കാൽക്കുലിയ എന്ന് പറയുമ്പോൾ അരിത്മെറ്റിക് അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും, ഇതിനെല്ലാം തന്നെ സ്ട്രക്ചറലായിട്ട് കോറിലേറ്റ് ഉണ്ട്. കൃത്യമായി നമുക്ക് ഈ ഇതിലൊക്കെ കൂടി ഫങ്ഷണൽ ഇമേജിംഗ് കുറച്ച് മനസ്സിലാക്കാം. ടെമ്പറോ പറൈറ്റൽ എന്ന് പറയുന്നത് തന്നെ ഒരു വൈഡ് ഏരിയ ആണ്, അതിന്റെ തന്നെ പല പല ഏരിയ ഉണ്ട്. ഫ്രോണ്ടൽ ലോബില് ദർ ഇസ് എ റൈറ്റിംഗ് ഏരിയ, ദാറ്റ് ഇസ് കോൾഡ് എക്സ്റ്റേണൽ റൈറ്റിംഗ് ഏരിയ. ആ റൈറ്റിംഗ് ഏരിയ അത് ഫ്രോണ്ടൽ ലോബിലാണ് ഇരിക്കുന്നത്. പിന്നെ പ്രധാനമായി ഇതെല്ലാം തന്നെ ഇടത് ഭാഗമാണ്, ബ്രെയിനിന്റെ ഇടത് ഭാഗത്താണ് ഈ ഇതെല്ലാം തന്നെ. നമ്മൾ പൊതുവെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബ്രെയിനിന്റെ ഇടത് ഭാഗമാണ് കൂടുതൽ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മ്യൂസിക് അല്ലെങ്കിൽ ഡ്രോയിങ്, ആ വിധത്തിലുള്ള പ്രധാന കലാപരമായ കഴിവുകൾ, ആ വിധത്തിലുള്ള ചിന്തകളെല്ലാം വലതുവശത്താണ്. ഒപ്പം ഡോക്ടർ എനിക്ക് ഡൗട്ട് ഉള്ളത്, ഈ സോഷ്യോ ഇമോഷണൽ ലേണിംഗ് ഡിസബിലിറ്റി ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മസിൽ പിടിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ആക്ച്വലി ഇറ്റ് കുഡ് ബി ഡ്യൂ ടു തലക്കനൊന്നും അല്ല, ഇറ്റ് കുഡ് ബി ഡ്യൂ ടു ലേണിംഗ് ഡിസബിലിറ്റി എന്നൊരു വാദഗതിയുണ്ട്. നോൺ വെർബൽ, അവിടെ കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ലോബല്ലേ? അതിലെ റൈറ്റ് ലോബാണ്. അത് നമ്മൾ പറഞ്ഞതുപോലെ ഈ വിധമായ ഫൈനർ ഇതാണ് നമ്മുടെ പഠിച്ചെത്തുന്ന ഇതല്ല. സോഷ്യോ ഇമോഷണൽ മെയിൻലി റൈറ്റ് സൈഡ് തന്നെയാണ് വരുന്നത്. റൈറ്റ് സൈഡാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ഇത്തരം ഫങ്ഷണൽ ഇമാജിൻ ടെക്നോളജി സഹായത്താൽ ഒരു സബ് കാറ്റഗറൈസേഷൻ സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ടെന്ന് തന്നെ പറയണം. പക്ഷെ നമുക്ക് ഈ സാഹചര്യങ്ങൾ ഇവിടെ വളരെ വളരെ അവൈലബിലിറ്റി വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് സെന്ററുകളിൽ. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം നിംഹാൻസിലോ അത് ചിത്രകൾ കുറച്ച് സൗകര്യമുണ്ട്, പക്ഷെ ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ ഇല്ല. ഡോക്ടർ ജയപ്രകാശ്, ഇപ്പൊ താങ്കൾ സംസാരിച്ചു വന്നപ്പോൾ മറ്റൊരു ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി. ഫോർ എക്സാമ്പിൾ ലേണിംഗ് ഡിസബിലിറ്റി, അതുപോലെ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ടു സം എക്സ്റ്റെന്റ് കോണ്ടാക്ട് ഡിസോർഡർ, അല്ലെങ്കിൽ ODD ഒപ്പോസിഷൻ ഡിഫൻസ് ഡിസോർഡർ, ആൻഡ് ദെൻ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇത്ര ഒരുപാട് കാര്യങ്ങൾ. ഈ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ ഒരു കോമോർബിഡ് കണ്ടീഷൻസ് ആയിട്ട് കാണുന്നുണ്ടോ, ഓർ പ്രൈമറി ലേണിംഗ് ഡിസബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ദീസ് എന്നാണ് കാണുന്നത്, ഓർ art should be given equal importance? ആ ഒരു ക്ലിനിക്കൽ പിക്ചർ how do you look at it? സംസാര വൈകല്യം മാത്രമുള്ള കുട്ടി എക്സ്പ്രസീവ് സ്പീച്ച് ഡിലേ, പക്ഷേ റിസപ്ഷൻ നോർമലാണ്. ഈ കുട്ടികൾ നോക്കുമ്പോഴത്തേക്ക് കുറേ കുട്ടികൾ ഒരു 2-3 കൊല്ലം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായി സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അപ്പോൾ അവരിങ്ങനെ പഠന വൈകല്യത്തിന്റെ രീതിയിലേക്ക് പോകുന്നതായിട്ട് കാണാം. ശരിക്കും നമുക്ക് ഈ ഇന്റർവെൻഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ എക്സ്പ്രസീവ് സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികളെ ഒരു ബുക്ക്ഡ് കേസായിട്ട് എടുത്തിട്ട് നമുക്ക് അവരെ കൂടുതൽ ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ 4th സ്റ്റാൻഡേർഡിൽ പിക്ക് ചെയ്യുന്നതിനേക്കാളും ഇത്തിരി കൂടെ നേരത്തെയുള്ള ആ ആക്ടിവിറ്റികളിലേക്ക് പോകാൻ കഴിയും. ഇപ്പോൾ കോമോർബിഡിറ്റി ആണോ കണ്ടിന്യൂസ് ആണോ എന്നുള്ള രീതിയിൽ കുറച്ച് ഫോണോളജിക്കൽ സാധനവും ഈ പിന്നെ ഇത് റൈറ്റിംഗും കൂടെ റീഡിങ്ങും കൂടെ തമ്മിൽ റിലേഷൻ ഉണ്ടെന്നുള്ള തിയറീസ് ഒക്കെ തന്നെ പ്രൂവൺ ആയിട്ടല്ലാതെ നിൽക്കുന്നുണ്ട്. ഫോണോളജിക്കൽ സ്പീച്ചിലുള്ള പ്രോബ്ലം അത് റീഡിംഗ് ഡിസോർഡറിലേക്ക് പോകുമോ എന്നുള്ള രീതിയിൽ ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു ഡിസ്കഷനും. മറ്റൊരു ആസ്പെക്ട്, see, SLD, special learning disability is one aspect, and the same person may come up with either ADHD. Yeah, അങ്ങനെയാണെങ്കിൽ ADHD is it secondary to SLD, or SLD is secondary to ADHD, or both are equal? ADHD സംബന്ധിച്ച് നമുക്ക് പറയുമ്പോഴത്തേക്ക് അതൊരു ഇൻഹറന്റ് ഡിസോർഡർ ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്, ഈ എസ്പെഷ്യലി പ്രൈമറി ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ കാണുമ്പോഴത്തേക്ക്. പക്ഷേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ എമോഷണൽ ഡിസോർഡേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതെല്ലാം ഒരു സെക്കൻഡറി. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സ്കോളാസ്റ്റിക് ഡീമോറലൈസേഷൻ, അങ്ങനെ ഒരു ടേം തന്നെ ഈ LDയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, സ്കോളാസ്റ്റിക് ഡീമോറലൈസേഷൻ ബൈ ദ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്. അത് സോ ഇപ്പം ബാങ്ക്രപ്റ്റ് എന്ന് പറഞ്ഞതുപോലെ അവർ ആ രീതിയിൽ അവർ ബാധ്യസ്ഥരായിട്ട് മാറുക. ഇപ്പൊ വായിക്കാൻ അറിഞ്ഞൂടാത്ത ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പിച്ച് നിർത്തി ടീച്ചർ വായിപ്പിക്കുക. വായിക്കാൻ അറിഞ്ഞൂടാത്ത കുട്ടിയാ, അവൻ അതുകൊണ്ട് മാത്രം ക്ലാസ്സിൽ വരുന്നില്ല. ഇപ്പൊ എനിക്കൊരു കുട്ടിയുള്ളത്, ആ കുട്ടി 2 മാസമായിട്ട് ഞാൻ വിസിറ്റിൽ കണ്ടുകൊണ്ടിരുന്നിട്ടും അവൻ ക്ലാസ്സിൽ കയറുന്നില്ല. അവ കഴിഞ്ഞ വിസിറ്റിൽ വന്നപ്പം പറഞ്ഞത് എനിക്ക് ഉറപ്പാണ് ഞാൻ ക്ലാസ്സിൽ ചെന്നാൽ ആ ടീച്ചർ എന്നെ ഇനിയിപ്പിച്ച് നിർത്തി വായിപ്പിക്കും, അതെനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പോകത്തില്ല. അതുപോലെ ഈ ഒരു LD സസ്പെക്ട് ചെയ്യുന്നൊരു കുട്ടി
ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് LD ഉണ്ട് എന്നുള്ള നിലയ്ക്ക് എത്താൻ വേണ്ടി പൊതുരസത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി ചോദിക്കുകയാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രോഗനിർണയം അല്ലെങ്കിൽ ഡയഗ്നോസിസിൽ എത്തുവാൻ വേണ്ടി ദിസ് ഈസ് എൻ LD, ഇസ് എ ക്ലിനിക്കൽ കണ്ടീഷൻ, ഇതിനെ എത്തിച്ചേരാൻ വേണ്ടിയുള്ള എന്ത് മാർഗങ്ങൾ, എന്തൊക്കെ തരത്തിൽ, എത്ര വിശ്വസ്തയോടുകൂടി, റിലയബിലിറ്റിയും വാലിഡിറ്റിയും, ദാറ്റ്സ് വാട്ട് ഐ മെന്റ്, അങ്ങനെ എത്തിക്കുവാൻ നമുക്ക് മാർഗങ്ങളുണ്ട്? ടൂൾസോ ടെസ്റ്റോ അവൈലബിൾ ആണോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ലേണിംഗ് ഡിസബിലിറ്റി പറയുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. അല്ല, ഒന്നാമത് പറയുന്നത് മെന്റൽ റിട്ടാർഡേഷൻ ഇല്ല എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്റലിജന്റ് ടെസ്റ്റ് ഉപയോഗിക്കും. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ബേസിൽ നമുക്ക് പറയും കുട്ടിക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഇല്ല, അതുകൊണ്ടല്ല ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകും. എനിക്ക് ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്തുണ്ടായ സംഭവം, ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇറക്കുന്ന ചില രേഖകളിൽ ചോദിക്കുന്നത് IQ ബാർ ലേണിംഗ് ഡിസബിലിറ്റി, അതിന്റെ അങ്ങനെ വരുന്ന ഇഷ്ടംപോലെ കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറയുന്നത്, താങ്കൾ ഈ പറഞ്ഞപ്പോൾ എന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. അല്ല, ഇപ്പോഴേ നമ്മളെ വിദ്യാഭ്യാസ മേഖല തന്നെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം ഇത് സിസ്റ്റമാറ്റിക്കലുള്ള രീതിയിലല്ല ഇപ്പൊ ഈ അസസ്മെന്റ് നടത്തുന്നതോ അതിനുവേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതോ ഒക്കെ തന്നെ. കാരണം കൊടുക്കേണ്ട രീതി ഇതാണ്. ശരിക്കും പറഞ്ഞ ഒരു കുട്ടി റിട്ടാർഡേഷനും ഇതും തമ്മിൽ വെവ്വേറെ കാണണം. ഇപ്പൊ പലരും കാണുന്ന രണ്ടും ഒന്നായിട്ടാണ് കാണുന്നത്. മെന്റൽ റിട്ടാർഡേഷനുള്ള കുട്ടിക്ക് ലേണിംഗ് പ്രോബ്ലം ഉണ്ടാവും, അതിനെ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അതല്ല ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതാണ്. ആരാണോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഇതേപോലെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് അത് മനസ്സിലാക്കണം. ഓക്കെ. ഡോക്ടർ കൽപ്പന, വീണ്ടും താങ്കൾക്ക് വരുന്ന അവസരത്തിൽ ഇപ്പം ഡോക്ടർ ജയപ്രകാശ് തുടങ്ങി വെച്ചൊരു സംഭവത്തിലേക്ക് ഞാൻ വരികയാണ്. ഇന്റർവെൻഷന്റെ ആസ്പെക്ട്സിലേക്ക് ചിന്തിക്കുന്ന അവസരത്തിൽ LD ഇന്റർവെൻഷന് വേണ്ടി ഒരു ന്യൂറോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഈസ് ദർ എനി ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷൻ ഓർ റീട്രെയിനിങ്? എക്സ്പ്രസീവ് സ്പീച്ച് ഡിലേ പറഞ്ഞല്ലോ, അതേപോലെ ഈ കുട്ടികളിൽ തന്നെ ചില പ്രോബ്ലംസ് ഉള്ള ഡെലിവറി, ഇപ്പൊ ജനിച്ച ഉടനെ കരയാൻ താമസിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഒരു ഷുഗറിന്റെ അളവ്, പഞ്ചസാരയുടെ അളവ് വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ, ഈ ഇതിലെല്ലാം തന്നെ വളരെ സിവിയർ ആയിട്ടുള്ള മെന്റൽ റിട്ടാർഡേഷൻ പ്രോബ്ലംസ് വരാം. അതിന്റെ പോലെ തന്നെ മെന്റൽ റിട്ടാർഡേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ലേണിംഗ് പ്രോബ്ലംസ് ആയിട്ട് ഇവർ വരാം. അപ്പൊ ഈ കുട്ടികളെ നമ്മൾ ചെറിയ പ്രായം മുതൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്നതും അവരുടെ റീഡിങ്ങിന്റെ പ്രോബ്ലംസും നമുക്കൊരു 3-4 വയസ്സിൽ ഐഡന്റിഫൈ ചെയ്യാമെങ്കിൽ ആ സമയമേ ഇന്റർവെൻഷൻ ചെയ്താൽ, ഇപ്പം ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പ്ലാസ്റ്റിസിറ്റി എന്നൊരു പ്രധാനമായ ഭാഗമുണ്ട്. അതായത് അപ്പം ഒരു ഭാഗത്തിന് പറ്റാത്ത കാര്യങ്ങൾ അല്ല മറ്റു ഭാഗങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് വരിക, അതെല്ലാം എനിക്ക് തോന്നുന്നത്. പിന്നെ ഡോക്ടർ കൽപ്പന, ഞാൻ അതിലേക്ക് വരിക. നമ്മൾ ആദ്യം ഈ ലോക്കലൈസേഷന്റെ കാര്യം പറഞ്ഞു, ഇനാക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പണ്ട് പറഞ്ഞിരുന്ന ഈക്വൽ പൊട്ടൻഷ്യാലിറ്റി, മാസ് ആക്ഷൻ പ്രിൻസിപ്പിൾസ് ക്ലാസിക്കൽ ടൈംസിൽ ആ നിലയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം അല്പം ഒന്ന് മടി കാണിച്ചു കഴിഞ്ഞാൽ ഒരു കാള നടന്നില്ലെങ്കിൽ മറ്റേ കാള തള്ളിക്കൊണ്ടുവന്ന് പറഞ്ഞ പോലെ ഈസ് ദർ എ സച്ച് പോസിബിലിറ്റി? അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ആ നോർമൽ ആയിട്ടുള്ള ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നതിൽ നിന്ന് ഇവര് എത്ര ഇത് വന്നാലും, പ്ലാസ്റ്റിസിറ്റി വന്നാലും മറ്റേതിന്റെ അതുപോലെ ഫംഗ്ഷൻ ചെയ്യാൻ അവർക്ക് പ്രയാസമായിരിക്കും. പക്ഷെ നമുക്ക് അതാണ് നമ്മൾ ഇന്റർവെൻഷനിലെല്ലാം ചെയ്യുന്നത്. ശരിക്കും നമ്മൾ പ്ലാസ്റ്റിസിറ്റി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡോക്ടർ ജയപ്രകാശ്, ഇതിനൊരു മാനേജ്മെന്റ് തലത്തിൽ ചിന്തിക്കുന്ന അവസരത്തിൽ വുഡ് യു ലൈക്ക് ടു വർക്ക് വിത്ത് ദിസ് ഏരിയ? ഈ ഏരിയയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആയിട്ടാണോ, or as a child psychiatrist ആയിട്ടാണോ, or as a pediatric behavioral pediatrician ആയിട്ടാണോ? കൂടുതൽ എവിടെയായിരിക്കും കൂടുതൽ ഇന്റർവെൻഷൻ വരിക? ഇതിൽ രണ്ട് തലത്തിൽ ചൈൽഡ് സൈക്യാട്രിസ്റ്റ്, ബേസിക്കലി ചൈൽഡ് സൈക്യാട്രിസ്റ്റ് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ശരിയായിട്ട് വരുന്നത്. കാരണം സൈക്യാട്രിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ കൺസെപ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബിഹേവിയറൽ ഇന്റർവെൻഷനും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഇന്റർവെൻഷനകത്ത് നമുക്ക് ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ലേണിംഗ് ഡിസബിലിറ്റിയെ ഗ്രേഡ് ചെയ്ത്, ഇപ്പം നമ്മൾ ഈ അസസ്മെന്റിന് ശേഷമുള്ള ഒരു ക്ലിനിക്കൽ ഗ്രേഡിങ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രേഡിങ്, നമ്മളെല്ലാം ഇങ്ങനെ ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെൽഫായിട്ട് തന്നെ നമുക്കൊരു ഇയാൾ കുറച്ച് ഇന്റർവെൻഷന് മെച്ചപ്പെടും, ഇയാൾ ഒട്ടും മെച്ചപ്പെടത്തില്ല, ഇയാൾ ടു എ സർട്ടൺ എക്സ്റ്റെന്റ് എന്ന രീതിയിൽ നമുക്കൊരു അസസ്മെന്റ്, സെൽഫ് അസസ്മെന്റ് ഉണ്ടാവും, ഒബ്ജക്റ്റീവ് എവാലുവേഷൻ വരും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്റർവെൻഷനിലേക്ക് പോകുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഫ്രം എ സൈക്കാട്രിക് പെർസ്പെക്റ്റീവ്, എക്സാക്ട്ലി വാട്ട് ഈസ് ദ ഇന്റർവെൻഷൻ ഫോർ SLD-യിലുള്ള സൈക്കാട്രിക് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഒന്ന് റെമഡിയൽ എഡ്യൂക്കേഷൻ തന്നെയാണ്. റെമഡിയൽ എഡ്യൂക്കേഷൻ, പിന്നെ അതുപോലെ കോമോർബിഡിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള അസസ്മെന്റും ട്രീറ്റ്മെന്റും ഒരു പ്രധാനമായിട്ട് വരും. ADHD, CVR
സിവിയർ ADHD ആണെങ്കിൽ ചിലപ്പം എല്ലാവർക്കും അല്ലെങ്കിലും കുറച്ച് പേർക്ക് നമ്മൾ ചിലപ്പോൾ മരുന്നിലേക്ക് പോകേണ്ടി വരും. ADHD ഡ്രഗ്സ് വേണ്ടി വരുന്നുണ്ട്. പിന്നെ ബിഹേവിയറൽ തെറാപ്പി പ്രധാനമായിട്ട് നമുക്ക് ബിഹേവിയറൽ ഇന്റർവെൻഷൻ, ഈ കോണ്ടാക്ട് ഡിസോർഡർ ODD ഒക്കെ ആകുമ്പോഴുള്ള ABC അനാലിസിസും ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് കുറച്ച് വേണ്ടി വരും. പിന്നെ ഇതിന് എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ഇതിലൂടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ? ഈ പേരൻസിനെ കൺവിൻസ് ചെയ്യുക. വേറെ ഒരു കുഴപ്പമില്ല, ഇവന് വായിക്കുമ്പോൾ മാത്രം കുഴപ്പം, അത് അവന്റെ ഒരു മനഃപൂർവ്വമുള്ളതല്ലേ എന്നാണ് ബേസിക് ആയിട്ടുള്ള പേരന്റൽ അണ്ടർസ്റ്റാൻഡിങ്. ഈവൻ ഫോർ ദ ടീച്ചേഴ്സ്, ഇപ്പൊ ടീച്ചേഴ്സിന്റെ BRC അങ്ങനെയൊക്കെയുള്ള റിസോഴ്സ് ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് ഒക്കെ വരുന്ന കുറച്ച് അധ്യാപകരുടെ ഇടയിൽ അവയർനെസ് വരുന്നുണ്ടെങ്കിലും ഞാൻ പറയാം ബേസിക്കലി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അവയർനെസ് എന്ന് പറയുന്നത് ഇപ്പോഴും പൂറാണെന്ന് പറയേണ്ടി വരും എമംഗ് ദ ടീച്ചേഴ്സ്. അപ്പോൾ ഈ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ഞങ്ങൾ സ്ഥിരം പറയും, ലേണിംഗ് ഡിസബിലിറ്റി ഇറ്റ് ഈസ് ഈസി ടു ഡയഗ്നോസ് ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ് ദി പേരൻസ്. ഈ കൺവിൻസിങ് ദ പേരൻസ്, മോനെ ഇത് നിന്റെ കുഴപ്പമല്ല, ഇത് നിനക്ക് ഒരു വേറൊരു കുട്ടിക്ക് മുടന്ത് വരുന്നത് പോലെ നിനക്കിപ്പം വായിക്കാൻ അറിഞ്ഞൂടാത്ത പ്രശ്നം, മുടന്ത് വരുന്ന ഒരാളുടെ കുറ്റമല്ല, അതുപോലെ നിനക്ക് വായിക്കാൻ അറിഞ്ഞൂടാതെ വന്നത് നിന്റെ കുറ്റമല്ല, ശരി നമുക്ക് നോക്കാം എന്ത് ചെയ്യാം എന്ന രീതിയിലേക്ക് കുട്ടിയെ മോറൽ ബൂസ്റ്റിംഗ് നടത്തേണ്ടി വരും, പേരന്റിനെ മോറൽ ബൂസ്റ്റിംഗ് നടത്തേണ്ടി വരും. പേരൻസിനുള്ള ഒരുപാട് ഫാൾസ് ബിലീഫുകൾ, ഒരുപക്ഷെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ആദ്യത്തെ 2-3 വിസിറ്റുകളിൽ പേരന്റിനെയും കുട്ടിയെയും ഇത് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള പുതിയ സാധനത്തിലേക്ക് റീഓറിയന്റ് ചെയ്ത് എത്തിക്കുന്നതാണ് പ്രധാന ടാസ്ക്. എനിക്ക് തോന്നുന്നു ഒരു ഡീമിസ്റ്റിഫിക്കേഷന്റെ അത് തന്നെയാണ് നമ്മളെ മുമ്പിൽ. അത് വിജയിക്കുമ്പോഴാണ് കുട്ടിക്കൊരു ഇമോഷണലി ന്യൂട്രൽ അറ്റ്മോസ്ഫിയർ വിതിന്റെ ഫാമിലി കിട്ടുന്നു, എമോഷണലി ന്യൂട്രൽ അറ്റ്മോസ്ഫിയർ വിതിന്റെ ക്ലാസ്സിൽ കിട്ടുന്നു. ചിലപ്പോൾ നമ്മൾ ടീച്ചറിന്റെ റിപ്പോർട്ട് മേടിക്കുന്നു, ടീച്ചറിനെ തിരിച്ച് കത്തെഴുതുന്നു, പേരന്റ് പോയി ടീച്ചറിനെ പേഴ്സണലായിട്ട് കാണാൻ പറയുന്നു. മാനേജ്മെന്റ് ആസ്പെക്റ്റിലേക്ക് പോകുന്നത് പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത് ഒന്ന് റെമഡിയൽ ട്രെയിനിങ്, മറ്റൊന്ന് ബിഹേവിയർ മോഡിഫിക്കേഷൻ, മറ്റൊന്ന് ഡോക്ടർ ജയപ്രകാശ് സെറ്റ് പിന്നെ കൗൺസിലിംഗ് ദ പാരന്റ്സ്. ഈ 3 പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണല്ലോ. ഇതില് ആക്ച്വലി ഈ റെമഡിയൽ ട്രെയിനിങ് ഹൂസ് റോൾ, ആരാണ് ചെയ്യേണ്ടത്, ബിഹേവിയർ മോഡിഫിക്കേഷൻ ആരാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൗൺസിലിംഗ് ആരാ ചെയ്യേണ്ടത്, ഹൂ ഷുഡ് ഡു ആൻഡ് വാട്ട് റോൾ, എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ? ഒരു കമ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റില്ല, മിക്കപ്പോഴും ഇതെല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഇതിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഇതിൽ തന്നെ ഇപ്പം പല ഗവേഷണങ്ങളുണ്ട്, സൈക്കോളജിസ്റ്റുകളിൽ നിന്ന് പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റിയിലുള്ള ഇതിൽ ഈ അക്കാഡമിക് പ്രോബ്ലംസ് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള പല സ്ട്രാറ്റജീസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ മാനേജിന്റെ കൂടെ തന്നെ ഈ തെറാപ്പിസ്റ്റ് തന്നെ ഈ പറഞ്ഞ ആസ്പെക്ട്സ്, കൗൺസിലിംഗ് ആയിരുന്നാലും ബിഹേവിയർ ഇന്റർവെൻഷൻ ആയിരുന്നാലും ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ് നല്ലത്. പിന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അതിനുള്ള ടൈമും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒരാൾ കാണുന്നതായിരിക്കും ഈ കുട്ടിയെ പറ്റി നല്ലത് തോന്നിയിട്ടുണ്ട്. പിന്നെ ആര് കാണണം എന്നുള്ളത് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റിക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന റെമഡിയൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, അതിന് ചില തരത്തിലുള്ള സെന്റേഴ്സ് തന്നെ ഉണ്ട് അക്സെപ്റ്റ് ഉള്ളത്. അപ്പോൾ ഇപ്പം ഇത് വരുന്നേ ഉള്ളൂ, അപ്കമിംഗ് ആയിട്ടുള്ള സെന്റേഴ്സിൽ വരുന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ചിലവർ പ്രത്യേക ട്രെയിനിങ് കിട്ടിയവർക്ക് വേണമെങ്കിൽ ഈ ട്രെയിനിങ് കൊടുക്കാം. നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഏതെങ്കിലും സ്പെസിഫിക് ഏരിയയിൽ പ്രത്യേകിച്ച് മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള ഒരാളിന് വേണമെങ്കിൽ ഇത് പഠിപ്പിക്കാൻ പറ്റിയൊന്നും വരത്തില്ല. അത് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതിൽ ആബ്സെൻസ് ആവണമെങ്കിൽ ടീച്ചേഴ്സിന് തന്നെ വേണമെങ്കിൽ ഇത് പ്രത്യേകം ട്രെയിനിങ് കൊടുത്തിട്ട് അതാത് സ്കൂളിലെ ടീച്ചേഴ്സിന് പ്രത്യേകം ഈ ട്രെയിനിങ് കൊടുത്തിട്ട് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചിന്തിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നൊരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ പലപ്പോഴും തോന്നുന്നൊരു പ്രശ്നം, ഇപ്പോഴിതിന് ലേണിംഗ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി കുട്ടികൾ നെട്ടോട്ട് ഓടുകയും ആരെ കാണണം, എവിടെ പോകണം, എന്ത് ചെയ്യണം, ഹൂ ഷുഡ് ഗീവ് ദ സർട്ടിഫിക്കറ്റ്, ഹൂ ഷുഡ് നോട്ട് ഗീവ് ദ സർട്ടിഫിക്കറ്റ്, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, ഒരു കുട്ടി ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ആര് നൽകേണ്ടതിനെ കുറിച്ച് ലോട്ട് ഓഫ് കൺഫ്യൂഷൻ, വ്യക്തതയില്ല. അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു. സത്യം പറഞ്ഞാൽ വളരെ കഷ്ടപ്പെടുന്ന ഒരുപാട് പാരന്റ്സിനെ കണ്ട് ഈ പ്രോഗ്രാം ഇപ്പോൾ ധരിക്കാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ കൊണ്ടുതരണം. അങ്ങനെയാണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി അസസ് ചെയ്ത ശേഷം ഹാസ് ഗോട്ട് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് ഹൂ വുഡ് ബി ദ റൈറ്റ് പേഴ്സൺ ടു ഗിവ് എ സർട്ടിഫിക്കറ്റ്? ഡോക്ടർ കൽപ്പന. ഡെഫിനറ്റ് ആയിട്ട് IQ അസസ്മെന്റ് അതിന്റെ ഒരു പാർട്ടാണ്. അതിന്റെ ഇത് ചെയ്യുന്നതുകൊണ്ട് സൈക്കോളജിസ്റ്റ് കൊടുക്കാവുന്നതേ ഉള്ളെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ അതിന്റെ കൂടെ തന്നെ അതർ കോമോബിഡിറ്റീസ് നോക്കാനായിട്ട് സൈക്കോളജിസ്റ്റ് അല്ല സൈക്യാട്രിസ്റ്റ് as well as ന്യൂറോളജിസ്റ്റ്, എസ്പെഷ്യലി if there is a seizure or അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സീഷർ ഡിസോർഡർ ഉള്ള കുട്ടികളിലും വളരെ കോമൺ ആയിട്ട് നമ്മളിത് കാണാറുണ്ട്. ലേണിംഗ് പ്രോബ്ലംസ് ഡ്യൂ ടു ഡിസീസ് ഇറ്റ്സെൽഫ് ഓർ മെഡിസിൻസ്. ചില ഡ്രഗുകൾ പ്രത്യേകിച്ച് തന്നെ കോഗ്നിറ്റീവ് പ്രോബ്ലംസ് ഉണ്ടാക്കാം. Dr. Jayaprakash, if I repeat the same question, learning disability or disability to what extent, and learning disability to what grade, who should be the right person to give the certificate and to do the accessory work?
അതിലൊരു കാര്യമുള്ളത്, ഈ പറഞ്ഞ രീതിയിൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതിൽ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഒരു സർട്ടിഫിക്കേഷനിലേക്ക് വരികയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പം ബോർഡ് മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രികളിലും ഒക്കെ ബോർഡ് കൂടി മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ള കുട്ടിക്ക് കൊടുക്കുന്നു, കൂട്ടത്തിൽ ലേണിംഗ് ഡിസബിലിറ്റി എഴുതാമെന്ന് വരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രിമിറ്റീവ് ഫേസിലാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഫുൾ കംപ്ലീറ്റ് എവാലുവേഷൻ നടത്താൻ പറ്റുന്നത് IQ അസസ്മെൻറ്റും സൈക്കോമെട്രിക് അസസ്മെൻറ്റും നടത്താൻ പറ്റുന്നത് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതി. പക്ഷേ സൈക്കോളജിസ്റ്റുകൾ കുറവ്, സൈക്കാട്രിസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സർവീസിലിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ ഇയാൾ സൈക്കാട്രിസ്റ്റിൻ്റെ ജോലിയും സൈക്കാട്രിസ്റ്റ് തന്നെ സൈക്കോളജിസ്റ്റിൻ്റെ ജോലി കൂടി ചെയ്തും കൊണ്ട്, ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ പേരൻസ് ഒക്കെ എക്സാമിനേഷൻ പീരീഡ് ആകുമ്പോഴത്തേക്ക് ഊടി വരും. LD ആണെങ്കിൽ 10 മിനിറ്റ് അധികം സമയം എഴുതാൻ കിട്ടും, അസിസ്റ്റൻസ് കിട്ടും എന്നൊരു ഇത്. അപ്പം നമ്മളും തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു പോകുന്നു. കാരണം ഇത് നമ്മൾ അസസ്മെന്റിൽ ക്ലിനിക്കൽ അസസ്മെന്റ് ചൈൽഡ് ഈസ് ഹാവിംഗ് ലേണിംഗ് ഡിസബിലിറ്റി, then why should it's a service sector. സർവീസ് സെക്ടർ അതെ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ക്ലാരിഫിക്കേഷനിലേക്ക് വരികയും അതിന്റെ മാൻ പവർ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഓക്കെ, ചുരുക്കത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഈ ആള് കൂടുമ്പോൾ പാമ്പ് ജാവില്ല എന്ന് പറയുന്നതിന് തിരിച്ചു പോകുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ കുറച്ചൊരു ശുദ്ധീകരണം ആവശ്യമാണ് ഡോക്ടർ ജയപ്രകാശ്. ഡിഫൈൻ ചെയ്യണം, ഡിഫൈൻ ചെയ്യുകയും വ്യക്തത വരുത്തുകയും ഗൈഡ് ലൈൻസ് ഉണ്ടാകണം. പക്ഷേ ഇതൊക്കെ നമുക്കറിഞ്ഞൂടെ, ഒരു 10 കൊല്ലത്തിന് മുമ്പ് ചൈൽഡ് മെന്റൽ ഹെൽത്ത് എന്നുള്ളൊരു വിഷയം സാധിക്കുന്നത് പോലും ഇല്ലായിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ. അതെ അതെ. ഈ ഒരു മേഖല ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ന്യൂറോളജിസ്റ്റും ഒരു സൈക്കാട്രിസ്റ്റും ഒരു സൈക്കോളജിസ്റ്റ് കിട്ടി എന്നുള്ളതിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട്. നമ്മൾ എത്തിയല്ലോ. ഡോക്ടർ ശ്രീരാജ്, ഇഫ് ഐ റിപ്പീറ്റ് the same question, ഞാൻ ഡോക്ടർ കൽപ്പനയോടും ഡോക്ടർ ജയപ്രകാശ് ചോദിച്ച അതേ ചോദ്യം ഇഫ് ഐ റിപ്പീറ്റ്, അതെങ്ങനെയുണ്ട്? ഹൗ ഡു യു ലുക്ക് അറ്റ് ഇറ്റ്? ഹു ക്യാൻ ഗിവ് എ സർട്ടിഫിക്കറ്റ്? അല്ല, അത് ഓഫ് കോഴ്സ് നമുക്കൊരു ടീം വർക്ക് ആവശ്യമാണ്. പക്ഷേ ഇതിന് ഇപ്പോൾ നമുക്കുള്ള വ്യക്തമായിട്ടുള്ള ലോകം അംഗീകരിച്ചിട്ടുള്ള ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അതിനകത്ത് വരുന്നുണ്ട്, പ്രത്യേകിച്ചും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്. അത് രണ്ടും പറഞ്ഞു. But what about your view? You do you agree with them or not? അല്ല, അത് എഗ്രി ചെയ്യേണ്ട വരുമല്ലോ. ഞാനും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ എഗ്രി ചെയ്യുന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എഗ്രി ചെയ്യുന്നു, നോട്ട് അതർവൈസ്, നോട്ട് ആസ് എ ഫാക്ട്. അല്ല, ഫാക്ച്വൽ ആയിട്ട് തന്നെ പറയുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയത്തിന്റെ ചർച്ച വ്യക്തമായി നമ്മുടെ ഒരു പക്ഷേ ഒരു പീഡിയാട്രിക് സൈക്കാട്രിസ്റ്റ്, അതുപോലെ ന്യൂറോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് 3 സുഹൃത്തുക്കളും കൂടി നടത്തുവാനുണ്ടായ സംവിധാനം, സാഹചര്യം തന്നെ ഇപ്പോൾ LDക്ക് വേണ്ടി, ലേണിംഗ് ഡിസബിലിറ്റിക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കേഷന് വേണ്ടി കുട്ടികളും രക്ഷിതാക്കൾ നെട്ടോട്ട് ഓടുന്ന സമൂഹം. ആര് എങ്ങനെ ചെയ്യണം, എന്താ ലേണിംഗ് ഡിസബിലിറ്റി അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലായ്മ. ഇവിടെ ഈ ചർച്ചയിൽ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആരും മുഖം കാണിക്കാൻ തയ്യാറായില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഇതിൻ്റെ വ്യക്തമായി സംസാരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതും മറ്റു പല കാരണങ്ങളാൽ നടന്നില്ല. ഒരുപക്ഷെ ഈ മേഖലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും മനുഷ്യമുഖം നമ്മൾ ഓർക്കണം, മാനുഷിക പരിഗണന ഉണ്ടാവണം. ചുരുക്കത്തിൽ ലേണിംഗ് ഡിസബിലിറ്റി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാതിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഈ ചർച്ചയിൽ വളരെ വസ്തുതകൾ നൽകിയ, ഈ ചർച്ചയുടെ വിഗതികളെ നിയന്ത്രിച്ച നിങ്ങൾക്ക് മൂന്നോർക്കും നന്ദി, നമസ്കാരം.